നമ്മളിന്ന് കള്ള് കുടിക്കാൻ വേണ്ടി പോവാണ്. നല്ല കിട്ടിലും കള്ളും കിട്ടിലും ഫുഡും കിട്ടുന്ന കിട്ടിലും ഒരു സ്പോട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ മച്ചാമാരെ ഒരു ഫാമിലി ഫുള്ള് നടത്തുന്ന അച്ഛനും കൊച്ചുമക്കളും ചേട്ടനും അനിയന്മാരും എല്ലാം കൂടെ ചേർന്ന് ഒരു ഫാമിലി ഫുള്ള് നടത്തുന്ന കിടുക്കനൊരു ഷാപ്പിലേക്കാണ് പോകുന്നത്. കള്ള് പോലെ തന്നെ ഇവിടുത്തെ ഫുഡും കിടുക്കനാണ് മച്ചാമാരെ, കിടുക്കനാണ്. നമ്മളങ്ങനെ വന്നെത്തിയിരിക്കുന്ന ആലപ്പുഴയുടെ പ്രകൃതി ഭംഗി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന നമ്മുടെ ചങ്ങനാശ്ശേരിയിലുള്ള മാന്തോപ്പ് എന്ന് പറയുന്ന ഈ ഒരു അടിപൊളി ഷാപ്പിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മളപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് വീഡിയോ കൂടെ നിങ്ങളിലെത്താൻ പോകുന്നത്. ഇപ്പം മച്ചാമാരെ കുറഞ്ഞ ചിലവിൽ ഫുഡ് അടിക്കാൻ പറ്റിയ കിടിലൻ ആംബിയൻസോടും കിടിലൻ ഹോമലി ഫുഡും അടിക്കാൻ പറ്റിയ അതുപോലെ തന്നെ കള്ളും കുടിക്കാൻ പറ്റിയ കിട്ടുന്ന ഒരു സ്പോട്ടിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത്. ചേട്ടാ നമസ്കാരം. എൻ്റെ പേരെന്താ? ഹരീഷ് ഡേവിഡ്. നിങ്ങൾ എവിടുത്തെ? ഞാൻ കണ്ണൂര്. ഞാൻ നിലമ്പൂർ. ഞാനും കണ്ണൂര്. ഫുഡ് ഞങ്ങളിപ്പം കരിമീൻ ട്രൈ ചെയ്തു, വാള ട്രൈ ചെയ്തു, കപ്പ ട്രൈ ചെയ്തു, പ്രോൺസ് ഫുഡ് ഉണ്ട്. എല്ലാം നല്ലതാണ്. ഇതുവരെ കഴിച്ചൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമായി. 1-2 സാധനം കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതും കൂടെ വന്നു കഴിയുമ്പോൾ പൊതുവെ അവിടെ ഷാപ്പ് കുറവാണോ? ഷാപ്പുകളുണ്ട്, പക്ഷെ നമ്മുടെ കറികളുടെ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ ആലപ്പുഴ തന്നെ വ്യത്യാസമുണ്ട്. കള്ളിന്റെ ടേസ്റ്റ് ആണെങ്കിലും വ്യത്യാസമുണ്ട്. അവിടുത്തെ വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ കുറച്ചും കൂടെ നല്ല കള്ളാണ്. ക്വാളിറ്റി മുക്കുള്ള സാധനം ഇവിടെ കിട്ടുന്നത്. അതെ, അതറിയത്തില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ നാടൊക്കെ ഇഷ്ടപ്പെട്ടോ? അടിപൊളി സ്ഥലം, അടിപൊളി സ്ഥലം അല്ലേ? വരുന്ന വഴിക്കാണെങ്കിലും അടിപൊളി വ്യൂ അല്ലേ? വ്യൂ കാണാനാ മെയിൻ ആയിട്ട് വന്നേ. നമ്മളിടയ്ക്ക് നിർത്തി നല്ലപോലെ ഒന്ന് വ്യൂ കണ്ടു, പിന്നെ വന്നു. അപ്പൊ ഇനിയും വരണം കേട്ടോ ഇവിടെ ഫുഡ് കഴിക്കാൻ. പിന്നെ ഇനി ഇവിടെ പോകുന്നില്ല എന്ന് തീരുമാനിച്ചിരിക്കും ഒരാഴ്ച. ഈ വീഡിയോ നമ്മുടെ ചാനലിൽ വരും കേട്ടോ, 3 പേരും കണ്ടേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യണേ. ചേട്ടാ പുലി കേട്ടോ, ചേട്ടൻ യൂട്യൂബിനെ കുറിച്ചൊക്കെ നല്ല ധാരണയാണ്. സ്വന്തമായിട്ട് ചാനലല്ല, അപ്പം അതൊക്കെ ചെയ്യണം കേട്ടോ. അമർത്തിയേക്കാം, നോവിക്കാത്ത രീതിയിൽ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡുകളൊക്കെ ഇപ്പോൾ വരും. നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡുകളൊക്കെ വരും. അപ്പോൾ നിങ്ങൾ കണ്ടു എന്തുമാത്രം രൂപയാകും, എന്തുമാത്രം ടേസ്റ്റിയാണ് ഫുഡ്, എന്തുമാത്രം ക്വാണ്ടിറ്റി ഉണ്ട് എന്നൊക്കെ നിങ്ങൾ കണ്ടു കേട്ടോ. അപ്പോൾ നമ്മുടെ മുന്നിൽ ടേബിളിൽ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. ഇത് നമ്മുടെ കാട ഫ്രൈ ചെയ്തത്, ഇത് കക്കായിറച്ചി, ഇത് ബീഫ്, ഇത് നമ്മുടെ പൊടിമീൻ, അതുപോലെ തന്നെ അപ്പം ലൈവ് ചെയ്താണ് കേട്ടോ. നല്ല ചൂടുണ്ട്. എങ്ങും കിട്ടാത്തൊരു സാധനമാണത്. വള്ളത്തി ഉണ്ടാ ഇങ്ങുണ്ടോ കപ്പയുണ്ട്, കപ്പ, താറാവ് മപ്പാസ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് സ്പെഷ്യലായിട്ടുള്ള മഞ്ഞക്കൂരി ഉണ്ട്. മഞ്ഞക്കൂരി കറിയാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ കൂട്ടി നമ്മൾ അടിക്കാൻ പോകണം കേട്ടോ ഇന്ന് കേട്ടോ. അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ നമ്മൾ വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും. അപ്പോൾ തുടങ്ങാം. ആദ്യം തന്നെ നമ്മുടെ ആലപ്പുഴക്കാരുടെ സ്വന്തമായിട്ട് പോയ താറാവിൽ തന്നെ തുടങ്ങാം. മറ്റേ ഒന്നും പറയാനില്ല, പൊളിയാണ്, അടിപൊളി സാധനം. താറാവ് കഴിക്കണമെങ്കിൽ ആലപ്പുഴ തന്നെ വേണം. പൊടിമീൻ അടുത്ത പൊടിമീൻ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകണം. അല്ലെങ്കിൽ ഇങ്ങനെ പിഴിഞ്ഞിട്ടിട്ട് വേണം നമ്മുടെ പൊടിമീൻ അടിക്കാൻ. പൊടിമീനെ പറ്റി ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ അല്ലേ. ഇനി നമ്മളെ കക്കയാണ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. താറാവിൻ്റെ ഗ്രേവി ഈ കക്കയും കൂടെ കൂട്ടി ഇരുപ്പെടുത്തുണ്ട്. ഇത് നമ്മുടെ എല്ലായിടത്തും കിട്ടുന്നതാണ്. ഇതിൻ്റെ ടേസ്റ്റ് എങ്ങോട്ടാണ് നമുക്ക് നോക്കാം. ബീഫാണ്. അടുത്ത സാധനം എന്താണത്? ഇത് സ്പെഷ്യലാട്ടോ, കാട. 1000 കോഴിക്ക് ഒരു കാട എന്നാണ് പറയുന്നത്. കാടയ്ക്ക് അടിപൊളി ടേസ്റ്റ് കേട്ടോ. കള്ളത്തിക്ക് എപ്പോഴും നമ്മൾ കപ്പ കേട്ടോ. കള്ളത്തെയും കപ്പയും ഭയങ്കര കോമ്പിനേഷനാണ്. കപ്പയുടെ കൂടെ നമ്മൾ സൈഡായിട്ട് നടത്തേ മഞ്ഞക്കൂരി നോക്കണ്ട. മഞ്ഞക്കൂരി കൂടെ അടിക്കാൻ പോവാണ്. മോനെ പൊളി അന്യായം, ഒരു രക്ഷയില്ല. ഇതെല്ലാം കഴിച്ചു തീർക്കാൻ പോണേ. ഓക്കെ,
തിരക്കൊക്കെ എങ്ങനെയുണ്ട് ചാ? നല്ല തിരക്കാം. ആ, നല്ല തിരക്കാം. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ആളുകളൊക്കെ വരുന്നുണ്ടല്ലേ? ഫാമിലികളാണല്ലോ ഇവിടെ കൂടുതൽ വരുന്നത്. ചേട്ടാ വല്ലതും മതിയോ ചേട്ടാ? വല്ലതും മതിയോ? മതി മതി. ഇനി വല്ലതും കഴിക്കാണ്ട് വല്ലതും കറിയാട്ടോ വല്ലതും? ഒന്നും വേണ്ട ഒന്നും വേണ്ട. ഒന്നും വേണ്ട ചേട്ടാ. ഇതിന്റെ ഉടമസ്ഥനാ ചേട്ടാ? ഞാൻ വിളിക്കാം. നിങ്ങൾ ഒന്ന് വിളിക്കാമോ? വിളിക്കാം ഇങ്ങോട്ട് വരാൻ പറയാം. വരാൻ പറയാം. ചേട്ടാ, ഈ ഫുഡൊക്കെ ആരാ ഉണ്ടാക്കുന്നത്? ഫുഡൊക്കെ നമുക്ക് ടിനു എന്ന് പറഞ്ഞ നമ്മളൊരു ആളാണ്. ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ച് ഹോട്ടൽ മാനേജ്മെന്റ് ഡിപ്ലോമ പഠിച്ച ആളാണ്. അടിപൊളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല കേട്ടോ. ഡിപ്ലോമ പഠിച്ച കഴിച്ച എല്ലാ സാധനങ്ങളും അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. ഞാനാ പറഞ്ഞു ചേട്ടനെ ഒന്ന് വിളിക്കാൻ പറഞ്ഞു. ഇതിന്റെ ഉടമസ്ഥനെ എനിക്കൊന്ന് കാണണം, നേരിട്ടൊന്ന് സംസാരിക്കണമെന്ന് ഞാനാ പറഞ്ഞ് വിളിക്കാൻ പറഞ്ഞു. ചേട്ടാ, എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ് എല്ലാം. ചേട്ടാ, ഇതിന്റെ റേറ്റ് എത്രയാന്നൊക്കെ ഒന്ന് പറയാമോ? ഇതിന് നമുക്ക് താറാവ് മപ്പാസ് നമുക്ക് 150 രൂപ, പൊടിമീന് 120 രൂപ, മഞ്ഞക്കൂരി സൈസ് അനുസരിച്ചാണ്. എന്നാലും 150, 120, 200 മേളിൽ പോകത്തില്ല റേറ്റ്. താത്ത എത്ര വലുത് വന്നാലും നമ്മൾ 150 രൂപയ്ക്ക് മേളിൽ. കക്ക 100 രൂപ. പിന്നെ ഇപ്പൊ നിങ്ങൾ കഴിച്ചത് വേറെ ബീഫ് ഫ്രൈ 150 രൂപ. പിന്നെ കാട ഫ്രൈ, കാടയൊക്കെ നമ്മൾ ലൈവ് ചെയ്തതാണ്. കാട ലൈവ് ചെയ്ത കാടയ്ക്ക് നമ്മൾ 150 രൂപയാണ്, 300 രൂപയാണ് റേറ്റ് ഇടുന്നത്. അത് 3 കാട, വലിയ 3 കാട ആണ് നമ്മൾ ഒരു പ്ലേറ്റ് ആയിട്ട് കൊടുക്കുന്നത്. ഒരു കാടയല്ല, കാടയ്ക്ക് നമ്മൾ 300 രൂപ ഇടുന്നത്. അത് 3 വലിയ കാട എടുക്കും. അത് കാട ചെറുതാണെങ്കിൽ അത് 4 വെക്കും. 4 വെച്ചിട്ട് നമ്മൾ 300 രൂപ റേറ്റ് ഇടുന്നുണ്ട്. മീൻകറി 120 ഉണ്ട്, 150 രൂപ ഉണ്ട്. അപ്പൊ ഞാൻ ഈ കഴിച്ച ടോട്ടൽ എത്ര രൂപയായി? ഇത് ഇത്രയും സാധനം കഴിച്ചതിനകത്ത് ഒരു 600 രൂപ കൂടുതൽ വേറെ വരത്തില്ല. ഇത് കണ്ടോ, 600 രൂപയ്ക്ക് കഴിച്ച സാധനങ്ങളാണ് ഇത്രയും. അതായത് 2-3 ഒരു 4-5 പേർക്ക് ഒന്നിച്ച് കഴിക്കാവുന്ന ആഹാരമാണ് ഞാൻ ഈ 600 രൂപയ്ക്ക് കഴിച്ചേക്കുന്നത്. അതിൻ്റെ കൂടെ കപ്പ വാങ്ങിച്ചിട്ടുണ്ട് അല്ലേ? കപ്പയുണ്ട്. നല്ല അപ്പം ഉണ്ടായിരുന്നു, അടിപൊളി ടേസ്റ്റ് ഉണ്ട്, നല്ല അപ്പം ഉണ്ടായിരുന്നു. ഇത്രയും സാധനങ്ങൾക്ക് വെറും 600 രൂപയുള്ളൂ. ചേട്ടാ, ഇവിടെ സത്യത്തിൽ വിലക്കുറവാണ്. നമ്മൾ വിലക്കുറവാണ്. നമ്മുടെ ഐറ്റംസിനെല്ലാം നമ്മൾ വിലക്കുറവാണ്. നമുക്ക് അമിതമായ വില നമ്മൾ ഈടാക്കത്തില്ല. അതാണ് ക്വാളിറ്റി ഉള്ള സാധനം. അതായത് നല്ല ടേസ്റ്റ് ഉള്ള സാധനത്തിന് വിലക്കുറവാണ്. അടിപൊളി ആംബിയൻസ് ഇവിടുന്ന് കഴിക്കുകയും ചെയ്യും അല്ലേ? അതെ. പിന്നെ വേറെ എന്തൊക്കെയുണ്ട്? നമുക്ക് ചെമ്മീനുണ്ട്, ചെമ്മീന്, ഞണ്ട്, കല്ലുമേക്ക, ചെമ്മീനെ കൊഞ്ചുണ്ട്, പിന്നെ നല്ല സാധനം. കരിമീനുണ്ട്, പിന്നെ കരിമീനെ കാരി, വരാൻ, ഇതൊക്കെ നമ്മൾ ലൈവ് ഫ്രൈ ചെയ്താണ്. കരിമീൻ നമുക്ക് കിട്ടില്ല കേട്ടോ. കരിമീൻ തീർന്നു പോയായിരുന്നു. പിന്നെ വരാനൊക്കെ നമ്മൾ വെള്ളത്തിൽ കിടക്കുന്നതാണ്. അതിപ്പം ഓർഡർ അനുസരിച്ച് കസ്റ്റമർ വന്ന് കാണിച്ചു കൊടുക്കുന്ന ഐറ്റം അന്നാലും തന്നെ ചെത്തി ലൈവ് ഫ്രൈ ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. കരിമീനെ കാരി, വരാന്, ഇതെല്ലാം ലൈവാണ്. ഇതൊക്കെ നമ്മൾ ലൈവാണ് ചെയ്ത് കൊടുക്കുന്നത്. ഊണുണ്ടോ? ഉച്ചയ്ക്ക് ഊണുണ്ട്. വൈകുന്നേര സമയത്ത് ഊണ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും അടങ്ങുന്ന ഈ ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ അറിയാവോ, നമ്മുടെ മാന്തപ്പാണ്. ലൊക്കേഷൻ എന്ന് പറഞ്ഞു കൊടുത്തരാ ചേട്ടാ. കിടങ്ങറ ചങ്ങനാശ്ശേരി 4 കിലോമീറ്റർ KBC പമ്പിന് നമ്മൾ ലെഫ്റ്റ് കയറി വരുന്നു. മാന്തോപ്പ് ഷാപ്പ് പാടത്തിന് നടുക്ക്. ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും. അടിപൊളി ടേസ്റ്റ് ഉള്ള ഫുഡ്, ഏറ്റവും വിലക്കുറവ് ഇവിടെ കഴിക്കാൻ പറ്റില്ലേ? കുറഞ്ഞ പൈസ നമുക്ക് വയറ് നിറച്ച ആഹാരം. ഇതെന്ന് വെച്ചാൽ നമ്മള് വില കുറച്ചാണ് വാങ്ങിക്കത്തുള്ളൂ. വില കുറച്ച് മാത്രമല്ല, നിങ്ങൾ വീട്ടിലാണ് വീടിനോട് ചേർന്ന് തന്നെയാണ് നമ്മൾ ഷാപ്പ് വെച്ചിരിക്കുന്നത്. അന്യ സെറ്റപ്പാണ് കേട്ടോ, അന്യ സെറ്റപ്പാണ്. നല്ല ആംബിയൻസ് ആണ്. ഇവിടെ വന്ന് ഫുഡ് കഴിക്കുക. കുറഞ്ഞ പൈസക്ക് നിങ്ങൾക്ക് വയറ് നിറച്ച് ആഹാരം കഴിക്കാൻ പറ്റും. 1 അല്ല 50 പേര് വന്നാലും നിങ്ങൾ ഉൾക്കൊള്ളൂല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ ലൊക്കേഷൻ. ചേട്ടൻ പറഞ്ഞു തന്നിട്ടുണ്ട്. മിസ് ചെയ്യാതെ ഗൂഗിളിൽ അടിച്ചാലും മതി. മാന്തോപ്പം അടിച്ചാൽ മാന്തോപ്പിൽ അടിക്കലും മാന്തോപ്പം അടിച്ചാൽ ഇവിടെ കൊണ്ടുവിടെ ഇവിടെ ടേസ്റ്റ് ആണ് ഫുഡ് കഴിക്കാൻ പറ്റും. അപ്പൊ ഓക്കേട്ടാ, താങ്ക് യു.